റിസർച്ച് പറയുന്നത് ഇത് മിസ് ചെയ്താൽ പിന്നെ ഇതുപോലൊരു ഡീൽ നമുക്ക് കിട്ടില്ല എന്ന ഭയമാണ് ചിലപ്പോൾ പല സാധനങ്ങളും വാങ്ങാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് എന്നാണ്. ഉദാഹരണത്തിന് ഒരു സെക്കൻഡ് ഹാൻഡ് ഐറ്റം ലാസ്റ്റ് ചാൻസ് എന്ന് കാണുമ്പോൾ നമ്മളത് വാങ്ങാൻ തീരുമാനിക്കുന്നു. ഇതൊക്കെയാണ് നമ്മെ ഇമ്പൾസീവ് ബൈയിങ്ങിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ ഇതിൽ നിന്ന് എങ്ങനെ മാറാം? ഇനി നമുക്കൊരു 4 അല്ലെങ്കിൽ 5 പ്രാക്ടിക്കൽ ടിപ്സ് നോക്കാം. നമുക്ക് ആക്ഷണബിൾ ആയിട്ടുള്ള ടിപ്സ് നോക്കി എങ്ങനെ മൈൻഡ്ഫുൾ ഷോപ്പിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാം. ഒന്നാമത്തത്, സെറ്റ് എ ബഡ്ജറ്റ്. ഒരു മന്ത്ലി ബഡ്ജറ്റ് ഫിക്സ് ചെയ്യുക. എത്ര എമൗണ്ട് ആണ് നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ സ്പെൻഡ് ചെയ്യാൻ കഴിയുക എന്ന് ഡിസൈഡ് ചെയ്യുക. ഇത് നിങ്ങളെ അൺനെസസറി സ്പെൻഡിങ്ങിൽ നിന്ന് തടയും. രണ്ടാമത്തത്, പോസ് ബിഫോർ ബൈയിങ്. ഒരു ഐറ്റം വാങ്ങാൻ തീരുമാനിക്കുമ്പോൾ 24 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. ഇത് നിങ്ങളെ ഇമ്പൾസീവ് ഡിസിഷൻസ് എടുക്കുന്നതിൽ നിന്നും തടയും. മൈൻഡ്ഫുൾ ബ്രൗസിംഗ് ആണ് മൂന്നാമത്തത്. ഫേസ്ബുക്കിൽ ഐറ്റംസ് ബ്രൗസ് ചെയ്യുമ്പോൾ എനിക്കിത് ശരിക്കും വേണോ എന്ന് ചോദിക്കുക. ഇത് നിങ്ങളെ അൺനെസസറി പർച്ചേസ് ഒഴിവാക്കാൻ ഹെൽപ്പ് ചെയ്യും. നാലാമത്തത്, ഇവാലുവേറ്റ് ഡീൽസ്. ഒരു ഡീല് കാണുമ്പോൾ ഇത് ശരിക്കും വർത്താണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുക. ചിലപ്പോൾ ഡിസ്കൗണ്ട് എന്ന് പറയുന്നതുകൊണ്ട് മാത്രം നമുക്ക് വാങ്ങാൻ തോന്നും, എന്നാൽ അത് ശരിക്കും നല്ല ഡീലാണോ എന്ന് ചെക്ക് ചെയ്യുക. 5, റിഫ്ലക്റ്റ് ഓൺ നീഡ്സ്. ഒരു ഐറ്റം വാങ്ങാൻ തീരുമാനിക്കുമ്പോൾ ഇത് ശരിക്കും വേണോ, അതോ ഇതൊരു വാണ്ടാണോ അതോ നീഡാണോ എന്ന് നമുക്ക് ചോദിക്കാം. ഇത് നിങ്ങളെ അൺനെസസറി സ്പെൻഡിങ്ങിൽ നിന്ന് തടയും. അതിനാൽ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഈ പറഞ്ഞ റിസർച്ച് സ്റ്റഡിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്തല്ലോ. അതിൽ ഫേസ്ബുക്ക് സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് വാങ്ങുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇമ്പൾസീവ് ഡിസിഷൻസ് എടുക്കുന്നതെന്നും എങ്ങനെ ഇതിൽ നിന്നും മാറി മൈൻഡ്ഫുള്ളായി ഷോപ്പ് ചെയ്യാം എന്നും നമ്മൾ നോക്കി. ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്തോ? ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയോ? നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ് ഈ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്യും. മറ്റുള്ളവർക്ക് ഇത് വായിക്കാമല്ലോ. ഇതുപോലുള്ള റിസർച്ച് സംബന്ധമായ വീഡിയോയ്ക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ മറ്റൊരു റിസർച്ചുമായി വീണ്ടും കാണാം.